പ്രണയമെന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക കണ്ണനേൻ്റെ അഗ്നിയല്ലേ. അപ്പം ഇന്ന് വാലന്റൈൻസ് ഡേ. അപ്പം ഞാൻ വിചാരിച്ചു കണ്ണനെ ഒന്ന് പോയിട്ട് വിഷ് ചെയ്തേക്കാമെന്ന്. അപ്പം ഗുരുവായൂരേക്ക് പോകാൻ ഇറങ്ങുകയാണ്. പിന്നെ മെയിനായിട്ടൊരു കാര്യം, ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുടുംബത്തിലൊരു മരണം നടന്നു. അത് മരണമാണോ കൊലപാതകമാണോ എന്നറിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടത്. അപ്പോൾ അതിന് ശ്രീരാജ് ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൻ്റെ അകത്തുനിന്ന് ജസ്ന മുസ്ലിമാണ്, അവൾക്ക് പൊലയാണ്, പൊല ബാധിക്കൂല, ഞാൻ ഗുരുവായൂരേക്ക് നാളെ പോകുമെന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ഗുരുവായൂരേക്ക് പോവുകയാണെങ്കിൽ, ഞാൻ പോവുകയാണെങ്കിൽ, ഏതൊരു വ്യക്തി പോവുകയാണെങ്കിലും ഗുരുവായൂരേക്ക് എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ കണ്ണൻ്റെ മതാചാരം എന്തോ ആ രീതിയിൽ പോകണം എന്നുള്ളത് എനിക്കറിയാവുന്നതാണ്. മരിച്ചത് ആരാന്ന് വെച്ചാൽ എൻ്റെ മൂത്ത സഹോദരീനെ കല്യാണം കഴിച്ചു കൊണ്ടുപോയെടുത്ത് സംബന്ധം കൂടിയെടുത്തൊക്കെ ഈ പൊലെ വരൂ എന്നുള്ള ശ്രീരാജെ ഞാൻ ആദ്യമായിട്ടാട്ടോ അറിയുന്നത്. അപ്പം മൂത്ത സഹോദരീനെ വിവാഹം കഴിച്ചു കൊണ്ടുപോയെടുത്ത് എന്ന് വെച്ചാൽ ഓളുടെ ഭർത്താവിൻ്റെ അനിയനാണ് മരിച്ചത്. അപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ട് എൻ്റെ മൂത്ത സിസ്റ്ററുടെ ഭർത്താവിൻ്റെ അനിയനാണ് മരിച്ചതെന്നുള്ളത്. പക്ഷേ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതും മതസ്പർദ്ധ പുലർത്തുക എന്നുള്ളതും ഈ ശ്രീരാജിനെ പോലെയുള്ള ആൾക്കാർക്ക് ബ്ലഡിൽ അലിഞ്ഞിരിക്കുന്നതാണ്. അതൊരിക്കലും പോകില്ല. അതുകൊണ്ട് ഗുരുവായൂർ തന്നെ അല്ല, ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ ഞാനൊന്ന് പോകുന്നുണ്ട്. ഈ പോസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഒരു പരാതി രജിസ്റ്റർ ചെയ്യണം. കാരണം നിരന്തരം എന്നെ ഇങ്ങനെ ഫോളോ ചെയ്തിട്ട് ഉപദ്രവിക്കൽ കുറേ കാലമായി തുടങ്ങിയിട്ട്, ഇതിനൊരറ്റം വേണ്ടേ? അപ്പോൾ അത് ഒന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം പോസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ കോപ്പി ഒന്ന് അവിടെ കൊടുക്കണം. അപ്പോൾ ഇനി അവനിതിന് നിൽക്കരുത്. കാരണം എനിക്കറിയാം കണ്ണൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. കണ്ണൻ, ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ മതാചാരത്തിൽ നീ നിൽക്ക് എന്നല്ല പറയേണ്ടത്. കണ്ണൻ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തെ നിലനിർത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്നത്. അല്ലാതെ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് അത് മതം മാറ്റിയോ അല്ലെ സമ്പ്രദായങ്ങൾ മാറ്റിയോ അല്ല കൊണ്ടുവരേണ്ടത്. അത് ഞാൻ ശ്രീരാജിന് ഏതായാലും ഒന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഗുരുവായൂരേക്ക് ഇറങ്ങുകയാണ്. ഓക്കെ, അങ്ങനെ ദേ ഗുരുവായൂരേക്ക് പോയിക്കൊണ്ടിരിക്കട്ടാ. പിന്നെ കുട്ടികളെ സ്കൂളിലാക്കി അവർ തിരിച്ചെത്തുമ്പോഴേക്കും ഒരു 6 മണി 7 മണിയൊക്കെ നമ്മൾ എത്തൂലേ? എത്തും. ഇന്നലെ ആരോ ഒന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നലെ പോകണ്ടേ, കുറേ ദൂരല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. ദൂരം കുറച്ച് കൂടുതലുണ്ട്, 140 3 മണിക്കൂർ ഓട്ടം. അത് ഇവനായതുകൊണ്ട് 2:30 ഒപ്പിക്കും. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ചായ കുടിക്കണം. കോസ്റ്റ്യൂമൊക്കെ ഉള്ളാവോ ഗൈസ്? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈൻ ചെയ്ത് തന്നതാണ്. പിന്നെ ലിപ്സ്റ്റിക് ഇടാൻ മറന്നു പോയി ഗൈസ്. വണ്ടിയിലുണ്ട് കേട്ടോ, വേണമെങ്കിൽ ഇടാൻ. ഒരു ഫാൻസി ഷോപ്പ് തന്നെ വണ്ടിയിലുണ്ട്. ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ വേഗം വണ്ടിയിൽ ഊരി വെക്കും. കാരണം എവിടുന്ന ഇപ്പം എന്താ ആവശ്യം വരിക എന്ന് പറയാൻ പറ്റിയില്ലല്ലോ. അപ്പം അങ്ങനെയാണ്. ഇനി നേരെ ഒന്ന് ചായ കുടിക്കണം, എന്നിട്ട് ഒന്ന് ആശാനെ കാണണം, പിന്നെ തിരിച്ചു പോരണം. ഇത്ര മാത്രം. ഓക്കെ, ഒരു ഹൈ കൊടുത്ത പെട്രോൾ അടിക്കണം. പെട്രോൾ അടിക്കണല്ലേ? മറന്നു നോക്കി. ബ്ലിങ്ക് ചെയ്യലൊടിക്കോ? നമ്മുടെ വണ്ടിക്ക് പെട്രോൾ ആവശ്യമില്ല. പെട്രോൾ ആവശ്യമില്ല. അപ്പൊ അങ്ങനെയാണ്. ഓക്കെ, ബൈ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാണ്. വെള്ളപ്പവും ഗ്രീൻ പീസും. അവിടെ ദോശ കേട്ടോ. അതെ, അങ്ങോട്ട് പോകുന്ന സമയത്ത് പ്യുവർ വെജിറ്റേറിയനാണ്, നോം ഇല്ലത്തെ നമ്പൂരി. ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്ത് കോയിൻ്റെ കടിയും കടിച്ച് വഴിക്കുണ്ടോ, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് ചിലർ പറയും പോലെ പ്യുവർ വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് ഇന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, ഞാൻ ഇന്ന് കഴിക്കട്ടെ.
അങ്ങനെ ഗൈസ് ഗുരുവായൂരെത്തി. വണ്ടി കിടന്നു, ഞാനങ്ങ് മുഴങ്ങി. അരുണേട്ടൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോന്നു ഗൈസ്. 12 മണിയായിട്ടോ. 12 മണിയായപ്പോഴേക്ക് നമ്മളിവിടെ എത്തി. വീട്ടിൽ നിന്ന് 8:30 8:45 കണ്ടാണ് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്ന ദൂരേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇനി ഒന്ന് അങ്ങോട്ട് പോകണം. ഒടുക്കമത്തെ വെയിലൊന്ന് കുറച്ച് നേരത്തേക്ക് ഓഫാക്കി വെക്കുമോ എന്നൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. ഞാൻ മൈഗ്രെയിൻ ആണേ, വെയിൽ കൊണ്ട പ്രശ്നമാണേ, വലിയ വില കൊടുക്കേണ്ടി വരും, അതാണ്. അപ്പോൾ അങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് വരുന്ന എൻട്രി ഒന്നും എടുത്തില്ല. ഞാൻ കിടന്നുറങ്ങി, വന്നിട്ട് വിളിച്ചുമില്ല. പിന്നെ ബ്ലോക്ക് ആയതുകൊണ്ട് ഇപ്പുറത്തോടി അങ്ങോട്ടോ വന്നെന്നും പറഞ്ഞു. പാർക്കിങ്ങിലെത്തിയപ്പോഴാണ് ഗായ്സ് എന്നെ വിളിക്കുന്നത്. ഗായ്സ് അങ്ങനെ ഉറങ്ങിപ്പോയി ഗായ്സ്. ചെറിയ ഫോണൊന്നും ഉണ്ടല്ലേ? ഞാൻ അങ്ങെടുത്തോ. അതിന് 2 പ്രാവശ്യം ലോക്കാക്കുന്നത് ഞങ്ങാത്തത് കൊണ്ടാക്കോ ഗൈസ്. പിന്നെ ഹായ് പറ. ഹായ് ഗൈസ്. ഭയങ്കര വെയിൽ ഗൈസ്. ഇനി ഞാൻ തലയിലിട്ടിട്ട് ജസ്റ്റ് ഗുരുവായൂർ പോയിട്ട് തലയിലിട്ട് എന്ന് പറയണ്ട. ഞാൻ തലയിൽ ഇട്ടൂല. എന്നെ തലയിൽ ഇടിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടായി. എവിടെ പോയോ എന്തോ. ഞാൻ വിചാരിച്ചത് മറ്റേ ബെൻസാണ്. സ്കോഡക്ക് ഇത്രയൊക്കെ നിങ്ങൾ കണ്ടത് ഭയങ്കര വലിപ്പം പോലെ തോന്നില്ലേ? അപ്പോൾ വെണ്ടിപ്പിരന്തിയാണ്. വെണ്ടി കാണുമ്പോൾ ഒന്ന് കണ്ണങ്ങോട്ട് പോവും. എന്തോ അങ്ങനെയാണ് ഗൈസ്. എന്നാൽ ഞങ്ങൾ 2 പേരും ഒറ്റക്കാട്ടോ. ഞങ്ങളൊരു കമ്പനിക്കാരന് പോരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മണിയേട്ടൻ എന്താ ഈടെ പറ്റിയ വണ്ടിയിൽ വന്നില്ല. ഡ്രൈവറാണ് ഡ്രൈവർ. അപ്പം അതുകൊണ്ട് ഇത് ക്യാമറ തിരിക്കാൻ പറ്റത്തില്ല. അങ്ങനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇവിടുന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഗുരുവായൂർ എത്തനെ കഴിച്ചു തരാം. നമ്മുടെ ഗുരുവായൂരിനടത്തി. അവിടുന്ന് അങ്ങോട്ട് വീഡിയോ അലോഡ് അല്ലാത്തത് കൊണ്ട് അതാണ്. അപ്പം ഞാനൊന്ന് ആശാനെ വിഷ് ചെയ്തായിട്ടേ. ഹാപ്പി വാലന്റൈൻസ് ഡേ കണ്ണാ. അപ്പം നിങ്ങളെ വകി ഞാൻ പറഞ്ഞിട്ടുണ്ടോ വാലന്റൈൻസ് ഡേ. ഭയങ്കര തിരക്കടേ. അപ്പം എന്നാൽ ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം. ബൈ. അങ്ങനെ ഗൈസ് കണ്ണനെ കണ്ടു, വിഷ് ചെയ്തു, തിരിച്ചിറങ്ങി. ഇനി തന്ത്രിമനെ പോകണം. തന്ത്രിയെ ഒന്ന് കാണണം. എന്തായി? അതോ ഓന് അമ്പലത്തിൽ കയറി അവൻ്റെ കാല് കെട്ടു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മയെ. ഓനതെന്തോ പറയുന്ന. ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മയായി. അപ്പം നിങ്ങളടുത്തും കൂടി പങ്കുവെക്കാമെന്ന് കരുതിയേ. നമ്മുടെ PM-ന് ഫോട്ടോ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് മുമ്പ്, എന്ന് വെച്ചാൽ തൃശ്ശൂർ PM വരുന്നപ്പം സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അവസരവും നല്ലൊരു സ്ഥലവും വരുന്നുണ്ട്. അത് നമ്മുടെ ഗുരുവായൂർ നടയാണ്. നമുക്ക് അവിടെ വെച്ചിട്ട് കൊടുക്കാം. നീ തൃശ്ശൂർ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നീ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, നമുക്ക് അവിടുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരാഴ്ച മുമ്പാണ് നമ്മൾ എന്താണോ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഡീറ്റെയിലും അതിൻ്റെ കറക്റ്റ് സൈസും അതിൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളതും എന്താണെന്നുള്ള കറക്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഒരു പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. മാറിയാൽ നമുക്കത് കൊടുക്കാൻ പറ്റൂല എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ബോംബെയിൽ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് ആണ് സുരേഷ് ഗോപി ചേട്ടൻ വിളിക്കുന്നത്. അങ്ങനെ എൻ്റെ മോനും എൻ്റെ വാപ്പയും കൂടി വീട്ടിൽ പോയിട്ടാണ് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് വെയിറ്റ് നോക്കുന്നതും വലിപ്പം നോക്കിയൊക്കെ ചെയ്യുന്നത്.
അന്ന് സുരേഷ് ഗോപി ചേട്ടൻ എന്നോട് പറഞ്ഞ് നീ PM ഫോട്ടോ കൊടുക്കുന്ന കാര്യം ഒരാളെടുത്തും പറയരുത്, കാരണം മുസ്ലിംസ് ആരെങ്കിലും വന്നിട്ട് അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കിയാലോ, അതുകൊണ്ട് കൊടുത്ത് കയ്യോളും, നീ ആരോടും പറയരുത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആരോടും പറയാനും പോയില്ല കേട്ടോ. വാഹനത്തിലെത്തിൻ്റെ പൊന്നോ എന്നാ സ്മെല്ലാന്നറിയോ, സഹിച്ചൂടോ, പെട്ടെന്ന് നല്ല സഹിക്കില്ലാന്ന് പറയില്ലേ, അമ്മാതിരി സ്മെല്ല് ഗൈസ്. അങ്ങനെ എന്നെ പത്രക്കാരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരിക്കൽ ഈ PM 4-5 ആൾക്കാർ ഇങ്ങനെ PM മീറ്റ് ചെയ്യാനുള്ളത് കിട്ടിയേക്കെന്നൊക്കെ പറഞ്ഞ സമയത്ത് പല പത്രക്കാരും എന്നെ വിളിച്ചു. അന്നപ്പോൾ ഞാൻ ബോംബെയിലാണുള്ളത്. ബോംബെയിൽ പോയിട്ട് കുറച്ച് വരാൻ ലേറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പത്രക്കാരെന്നെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൻ്റെ അന്ന് പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് PM കാണാൻ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്, അപ്പോൾ ജസ്റ്റ് ഉണ്ടോ അതില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വെച്ചതാ. അപ്പോൾ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എല്ലാം ഏകദേശം റെഡിയായ ഞങ്ങൾ ഗുരുവായൂർ 2 ദിവസം മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. PM ഫോട്ടോ കൊടുക്കുന്നതിന് 2 ദിവസം മുമ്പ്. അന്നപ്പോൾ സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞു ആരെടുത്തും പറയരുത്. അതിപ്പം നിങ്ങളടുത്ത് പറയുന്നത് എന്താണെന്നറിയോ, ഇപ്പോൾ ഗുരുവായൂർ പോകുക എന്നൊക്കെ പറയുമ്പോൾ പോസ്റ്റ് ഇട്ടാൽ ഈ ശ്രീരാജ് ആറിനെ പോലുള്ള ആൾക്കാരത് മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ പുറത്ത് പറയാൻ പേടിയാണ്. അന്ന് ഞാൻ വിചാരിച്ചു സുരേഷ് ഗോപി ചേട്ടൻ എന്തേത്തൊക്കെ പറയുന്നത്, ആരെന്നെ വന്നിട്ട് എന്ത് ചെയ്യാനായെന്നൊക്കെ ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. കൃഷ്ണൻ്റെ മണ്ണെന്നല്ലേ പറയുന്നത്. അപ്പോൾ പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി ആ പറഞ്ഞതിന് എന്താ പൊരുൾ എന്നുള്ളത്. നമുക്ക് എങ്ങനെയാണ് നമ്മളെ ഓരോന്ന് ബാധിക്കുക എന്നുള്ളത്. ശ്രീരാജ് ആറിനെ പോലുള്ള ഡാഡിക്കും മമ്മിക്കും പറക്കാത്ത ആൾക്കാർക്ക് അങ്ങനത്തെ പലതും തോന്നും. അപ്പോൾ അതാണ് സംഭവം. അതുകൊണ്ടാട്ടോ നിങ്ങളടുത്ത് പറഞ്ഞ് ഞാനിവിടെ ഗുരുവായൂർ 2 ദിവസം മുമ്പ് വന്ന് നിന്നിട്ടും ഇവിടെ കുറേ ഓൺലൈൻ പേജുകാരൊക്കെ ചോദിച്ചു ജസ്റ്റ് എന്താ വന്ന് കല്യാണത്തിന് വന്നാണോ, ഞാൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. എന്നതിന് ശേഷം അവർക്കൊക്കെ എൻ്റെ അടുത്തൊരു മുഷിപ്പായിരുന്നു കേട്ടോ. പിന്നെ അവർ എന്നോട് സംസാരിക്കാനൊന്നും കൂട്ടാക്കിയിട്ടില്ല. ചിലരെൻ്റെ ശത്രുവായിട്ട് മാറിയാൽ നമ്മളന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സംഭവം ഉള്ളത് കൊണ്ട്. പക്ഷെ പറയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. എനിക്ക് എന്നെ ഇങ്ങനെ വിലക്കിയത് കൊണ്ടാണ് എന്നുള്ളത് അവരാരും ചിന്തിച്ചില്ല. അന്ന് ഞാൻ ഫോട്ടോ കൊടുക്കുന്ന കാര്യം തന്ത്രിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം തന്ത്രി ആ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ അറിഞ്ഞത്. അപ്പം ഞങ്ങളിതേ തന്ത്രിയുടെ ഫ്ലാറ്റിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടുന്ന് വീഡിയോ ഒന്നും നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ എടുക്കുന്നുണ്ട്, 99% ഞാൻ എടുക്കൂല. കാര്യം എന്താ വെച്ചാൽ അദ്ദേഹം വയ്യാണ്ട് നിൽക്കുകയാണ്. പോരാത്തതിന് അദ്ദേഹം അറിയാതെയാണ് വീഡിയോ, ഇതല്ലേ അദ്ദേഹം അറിയാതെയാണ് ഞാൻ വീഡിയോ എടുത്തതെന്നൊക്കെ ആയിരുന്നു ചിലർ പറഞ്ഞു പരത്തിയത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഡയറിയും കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ. അപ്പോൾ 2 പ്രാവശ്യം വന്നപ്പോൾ ഡയറി ഉണ്ടായിരുന്നു. ഇപ്പൊക്കെ കഴിഞ്ഞു ഉണ്ടാവും. ഏതായാലും ഞാൻ തന്ത്രിയുടെ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. അല്ലേ, ആ ഫ്ലാറ്റ് തന്നെ അല്ലേ, അല്ലാന്ന് എന്താ ഇതിൻ്റെ പേര്, വൃന്ദാവനം. അപ്പോൾ തന്ത്രിയുടെ ഫ്ലാറ്റിലെത്തി. നമ്മുടെ ഗുരുവായൂരിൽ നിന്ന് കുറച്ചേ ഉള്ളൂ അങ്ങോട്ട് ഫ്ലാറ്റിലേക്ക്. അപ്പോൾ തന്ത്രിയെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങിയിട്ട് വേണം സ്റ്റേഷനിലൊന്ന് പോയിട്ട് SIൻ്റെ അടുത്തൊരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് കാര്യം ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ. എല്ലാ മാസവും ഒന്ന് വന്ന് പോയേക്കുന്ന സമയമാണ്. മാസത്തിലൊരു ദിവസം വരുമ്പോൾ ഞാൻ പ്രോമിസ് ചെയ്യും. അപ്പം വരുമെന്ന് അവിടെ കെട്ടോളൊന്ന് പോകും. അങ്ങനെയൊന്നുമില്ല, ഇവന് ലീവ് കിട്ടുന്ന ദിവസം. അങ്ങനെ തന്ത്രിനെയും കണ്ടു, അവിടെ നിന്ന് ഇറങ്ങി. എൻ്റെ കോസ്റ്റ്യൂം അടിപൊളിയല്ലേ ഗൈസ്, മൊത്തമായിട്ട് കാണുന്നു. പോടാവന് ഇതിലുള്ള ജസ്റ്റ് ഇങ്ങോട്ടൊക്കെ എൻ്റെ കോസ്റ്റ്യൂം ഒന്ന് ഫുൾ ഒന്ന് കഴിഞ്ഞു.
ഡിസൈൻ ചെയ്ത് മുതലായോന്നറിയാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ കോസ്റ്റ്യൂം? സൂപ്പറല്ലേ? കാണുന്നില്ലേ? ഇനി വേഗോട്ട് പോയാൽ ഞാൻ മതിലടിച്ചു ഗൈസ്. അതുകൊണ്ട് അങ്ങനെയാണ്. ശരി ഗൈസ്, ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ എത്തി. ഇനി SIനെ ഒന്ന് കാണണം, അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറയണം, ഒരു പരാതി എഴുതി കൊടുക്കണം. ശ്രീരാജ് ആറിനെ പോലുള്ള ഡാഡിക്കും മമ്മിക്കും പിറക്കാത്തോലെ ഇനി ഐറ്റാൽ ചെയ്യാൻ നിൽക്കരുത്. മതസ്പർദ്ധ പുലർത്തുന്നതിനും മനുഷ്യന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ഈ 2 കാര്യവും പറഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത്. അപ്പം ഗൈസ് കാണിച്ചു തരാം. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനാരും നിൽക്കരുതെന്ന്, കാരണം കുറേ ആയി എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. ഞാൻ ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നതിന് അനുസരിച്ച് എന്നെ പുറകെ നടന്ന്. മോനെ ശ്രീരാജേ, ദൈവം ഇല്ലാന്നല്ലടാ പറഞ്ഞേ, ദൈവം ഉണ്ടടാ, ശരിക്കും ഉണ്ട്, അതൊന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഓനെന്തോ ഭയങ്കര ഹാപ്പിയാണ്. എന്നിട്ട് ഇനി ആരും അങ്ങനെ അല്ല, ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാൻ വരുന്നില്ല. ഞാൻ ആരുടെയും വീട്ടിലേക്ക് ഒരു നേരം ആഹാരവും ചോദിച്ചിട്ടും വരുന്നില്ല. പിന്നെ എന്തിനാണ് എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ഉപദ്രവിക്കുന്നതെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ ഈ മതസ്പർദ്ധ പുലർത്താൻ ശ്രമിക്കുന്നതിന് നമ്മൾ അതിൻ്റേതായിട്ടുള്ള നടപടിക്ക് നീങ്ങണം. കാരണം ഓൻ്റെയൊക്കെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്നതാണ് ഈ വർഗീയത പറയുക എന്നുള്ളത്. അതങ്ങനെ തന്നെ ആയിപ്പോവും. പറഞ്ഞതുപോലെ മാതാപിതാക്കൾ എന്താണോ പഠിപ്പിച്ചത് അതേ മക്കൾ പാടുള്ളൂ. അപ്പോൾ കംപ്ലൈൻ്റെല്ലാം രജിസ്റ്റർ ചെയ്തു. ഇനി നേരെ വീട്ടിൽ പോകണം, അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം ഒന്ന് കഴിക്കണം. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. എന്നോട് ഞാൻ പറഞ്ഞല്ലോ, ആരോ ഒരാൾ മെസ്സേജ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ അന്ന് പോയാൽ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 11:30 12 മണിക്ക് എത്തി. എന്നാ ഞാൻ 12 മണിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ 1 മണിയാവുന്നേ ഉള്ളൂ. പോയി 1:10 സോറി ഗൈസ്, എന്നോട് സമയം മാറിപ്പോയതാണ്. എന്നാ ഞാൻ ആ ഉറക്കത്ത് 12 മണിനാക്കി വെച്ചിട്ട്. അല്ല ഗൈസ്, ഇന്നലെ വരയ്ക്കാനുള്ളത് കൊണ്ട് ഉറങ്ങിയിട്ടില്ല ഗൈസ്. അതുകൊണ്ട് വണ്ടി കുത്തിട്ട് പിന്നെ ഈ പറഞ്ഞതോണം വണ്ടിയിൽ ഞാൻ 2 സ്റ്റിയറിംഗ് ഇല്ലല്ലോ ഓടിക്കാന്. ഞങ്ങളെ നാട്ടിലൊരു അമ്പലത്തിലെ ഒരു ഉത്സവത്തിന് നിങ്ങൾ ന്യൂസ് കണ്ട. ഞാൻ ഇന്നലെ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് സമയം കിട്ടിയില്ല ഗൈസ്. എന്താ വെച്ചാല് നിങ്ങളൊക്കെ പത്രത്തിലും TV-യിലും ഒക്കെ ആയിട്ട് കണ്ടല്ലോ ആന ഇടഞ്ഞത് മണക്കുളങ്ങര ദേവീക്ഷേത്രത്തില്. അതെന്താ വെച്ചാല് എല്ലാ വർഷവും തന്നെ അതിൽ ആന ഇടയും കേട്ടോ. അവിടെ എന്തോ ആന പറ്റാത്ത അമ്പലമാണെന്ന് തോന്നുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം എന്തോ ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യവും ആനോടിക്കും. എൻ്റെ വീട് പണി നടക്കുന്ന സമയത്ത് ഒരിക്കൽ ആന ഇടഞ്ഞിട്ട് വീടിന്റെ തറന്റെ മുകളിൽ കൂടിയൊക്കെ ആയിരുന്നു പോയത്. അത്രത്തോളം നമ്മുടെ വീടിന്റെ തൊട്ടടുത്തിട്ടോ. ഞങ്ങൾ അവിടെ ഒരു ഷോർട്ട് വഴി ഉണ്ട്, അങ്ങനെ പോവുക വെച്ചാൽ പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടെ എത്തും. അല്ലാതെ പോവുക വെച്ചാൽ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ 3 പേര് മരണപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ആൾക്കാർക്കൊക്കെ സീരിയസ് ആണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. 4 പേർക്ക് സീരിയസ് ആണ്. ഒന്നും പറ്റാതെ ഇങ്ങ് കരകയറി പോന്നാൽ മതിയായിരുന്നു. ആന ഒന്നും ചെയ്തിട്ടല്ല കേട്ടോ ഇവർക്കൊക്കെ പറ്റിയത്. ഇവർ വെപ്രാളത്തിൽ ഓടിയത് കൊണ്ടാണ് ഇവർക്കൊക്കെ പറ്റിയത്. വേറെ ഒരു ആനനെ കൊണ്ടുപോയി കുത്തിയതാന്ന് വീഡിയോ കണ്ടു കേട്ടോ. അപ്പോൾ ഏതാന്നൊക്കെ ഉള്ളത് ദൈവത്തിനറിയാം. ഏതായാലും ദേവീക്ഷേത്രമാണ്, ഭയങ്കര ശക്തിയുള്ള ദൈവമാണെന്നൊക്കെയാണ് പറയല്. പരിപാടിയൊക്കെ അടിപൊളി കേട്ടോ. ഉത്സവവും കാര്യങ്ങളും അവിടുത്തെ ആൾക്കാരൊക്കെ അടിപൊളി. ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം പോയിട്ട് നല്ല എന്താ പറയാ നല്ലൊരു ഉത്സവം. എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് 16 വർഷമായി. ഇതിൽ 10 വർഷവും അവിടെ ആന ഓടിയിട്ടുണ്ടാവും. ഏറിപ്പോയ ഒരു 6 വർഷം അവിടെ ആന ഓടാത്ത ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അതേപോലെ അത്രേ ഉണ്ടാവുള്ളൂ. കാരണം ഈ 16 കൊല്ലത്തിന്റെ ഇടയ്ക്ക് ഈ മിക്ക വർഷവും അവിടെ ആന ഓടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ എന്ന് വെച്ചാൽ ഞാൻ 1-2 പ്രാവശ്യം അവിടെ ഉത്സവത്തിന് പോയിട്ടുള്ളൂ. ഭയങ്കര തിരക്കാണ് അവിടെ. ഒരുവിധ അമ്പലത്തിലൊക്കെ ആനനെ കൊണ്ടുപോകും. പക്ഷെ ഇവിടെ മാത്രം എന്താ ഇങ്ങനെയെന്നുള്ളത് അറിയില്ല. ഇനി എന്താ ഏതാന്ന് ദൈവത്തിനറിയാം. അപ്പോൾ ആനന്റെ പ്രശ്നം കൊണ്ടോ അങ്ങനെ ആയിരിക്കില്ല. നമ്മളെ എന്റെ നാട്ടിലൊരു അമ്പലത്തില് സൗണ്ട് പറ്റൂല.
ചെണ്ടക്കൊട്ടും കാര്യമൊന്നും പറ്റൂലായിരുന്നു. നിങ്ങൾ വിചാരിക്കും അതില്ലാതെ എന്ത് ഉത്സവമാണ്, അങ്ങനെ ഒരു നാടുണ്ടായിരുന്നു. പിന്നെ പ്രശ്നമൊക്കെ വെപ്പിച്ച് അതൊക്കെ ഇതാക്കി ഇപ്പൊ തൊട്ടാണ് കഴിഞ്ഞതിന്റെ 2-3 കൊല്ലം മുമ്പ് എങ്ങനെയാ തോന്നുന്നു അവിടെ ഒന്ന് ആഘോഷിക്കാൻ തുടങ്ങിയത് ചെണ്ടക്കൊട്ടും കാര്യമൊക്കെ ആയിട്ട്. അതുവരെ അവിടെ ചെണ്ടക്കൊട്ടും കാര്യമൊന്നും പറ്റില്ലായിരുന്നു. നമ്മൾ ദൈവങ്ങൾ എന്ന് പറയുന്നത് ചില്ലറക്കാരെന്നല്ല, അതെനിക്ക് ഇപ്പോഴും കൂടി ഒന്ന് മനസ്സിലായതാ. ആ സ്റ്റേഷനിൽ കയറി ഇറങ്ങിയാൽ ഭയങ്കര സമാധാനം. അത് വേറെ കാര്യമുണ്ട്. പിന്നത്തെ കാര്യം എന്താ വെച്ചാൽ അപ്പൊ അവിടെ ചിലപ്പോ ആന പറ്റുണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കും. പിന്നെ ഓവർ സൗണ്ട് കൊണ്ടാണ് ഈ ആന പറഞ്ഞ വലിയ അലമ്പില്ലാത്തൊരു ആനയാണ് ഗുരുവായൂർ വെച്ച്. അതിപ്പം ഗുരുവായൂർ സ്റ്റേഷനിൽ അവിടുന്ന് അവര് പത്രം നോക്കിയിട്ട് പറഞ്ഞു, അയ്യോ ഇത് ഇവിടുത്തെ ആനയാണ്, അവര് വലിയ പ്രശ്നക്കാരൊന്നും അല്ലല്ലോ, പിന്നെ എന്താണെന്നൊക്കെ ചോദിക്കും. ഞങ്ങൾ അറിഞ്ഞിട്ടൊന്നല്ലോ. അപ്പോ അവര് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ പടകം പൊട്ടിച്ച വരവ് പോകുന്ന സമയത്തേ ഭയങ്കര പടകവും പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കാണുമല്ലേ. അപ്പോൾ അങ്ങനെ പേടിച്ചു പോയതായിരിക്കും. ആരായാലും സൗണ്ട് ചിലപ്പം ഒരു പക്ഷേ പറയാൻ പറ്റൂല കേട്ടോ. ഈ ആന എൻ്റെ ബാക്കിയാണെങ്കിലോ, ആനക്ക് മൈഗ്രെയിൻ ഉണ്ടെങ്കിലോ സൗണ്ട് പറ്റൂല കേട്ടോ. മൈഗ്രെയിനുള്ള ആർക്കും സൗണ്ട് പറ്റൂല, അതുകൊണ്ട് ആനക്ക് ചിലപ്പോൾ മൈഗ്രെയിൻ ഉണ്ടാവും. ഇനി അടുത്ത വീഡിയോ എടുത്തിട്ടോളി എല്ലാവരും. ജസ്റ്റ് പറഞ്ഞേക്ക് ഗുരുവായൂർ ആനക്ക് മൈഗ്രെയിൻ. തംബ്ലൈനാണ് എല്ലാവരും ബുദ്ധിമുട്ടായി കളിക്കല്. അപ്പൊ അങ്ങനെയാണ് ഗൈസ്, ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. കമ്മലിട്ടില്ല ഗൈസ്, തങ്കക്കൊടുത്തിനല്ലേ പൊട്ട്. ഓന് വേദന. എടാ നിന്നെ കണ്ണാടിയിൽ നോക്കണടാ, നിന്റെ സൗന്ദര്യം കാണണമെന്നുണ്ടെങ്കിൽ, എന്നെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിന്റെ ക്യാമറന്റെ മുകളിൽ കൂടെ നോക്കിയാൽ മാത്രമേ എൻ്റെ സൗന്ദര്യം കാണുള്ളൂ കേട്ടോ. കാരണം ഫോൺ 15 Pro ആണ്. അപ്പൊ അതിന്റെ ക്യാമറയിൽ കൂടി നോക്കിയാൽ മാത്രമേ എൻ്റെ ഭംഗി, യഥാർത്ഥ ഭംഗി കാണുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് എന്നെ കണ്ടാൽ ചിലപ്പോൾ ഭംഗിയില്ല എന്നൊക്കെ തോന്നും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ ചിലപ്പം പിള്ളേര് സ്കൂളിട്ട് വരുമ്പോഴേക്ക് ഞങ്ങൾ വീട്ടിലെത്തും. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഗുരുവായൂർ എന്ന് പറയുന്നത് എവിടെയോ തൊട്ടടുത്ത് പോയിട്ട് വരുന്നത് ഇപ്പം ഇങ്ങനെ പോയി വന്നതുകൊണ്ടായിരിക്കാം മേ ബി. ഓക്കെ, ഏതായാലും ടാറ്റാ. ഇനി ചോറ് കഴിക്കാൻ എവിടെയെങ്കിലും നിർത്തട്ടെ കേട്ടോ. ഓക്കെ. പൊന്നാര ഗൈസ്, ഹിപ്നോട്ടിസം ചെയ്യുന്നത് കണ്ടങ്ങള്. എന്തിനാണ് ഈ ഗതാഗത വകുപ്പ് ഇങ്ങനത്തെ ഒരു ചതി ചെയ്തതെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. നിങ്ങൾ നോക്കിയേ, ഈ കറുപ്പും വെള്ളയും അല്ല ഇങ്ങനെയാണ് ശരിക്കും കാണും. ഈ കറുപ്പും വെള്ളയും മാത്രം ഇതാവുമ്പോ മരം ഒന്നും ഇല്ലല്ലോ. കണ്ണ് വല്ലാത്തൊരവസ്ഥയിലാണ് ഗൈസ്. ഇതങ്ങനെ ഞാൻ ഓടിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ എപ്പ തല കറങ്ങി വീണെന്ന് ചോദിച്ചാൽ മതി. വല്ലാതല്ലത് ഇതില് നല്ല മനസ്സിലാവുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നത്? ഒരു മരവും ഇല്ല, ഒന്നുമില്ല. ശരിക്കും തല കറങ്ങി ഛർദ്ദിക്കാൻ വരികയൊക്കെ ചെയ്യുന്നത്. വല്ലാത്തൊരവസ്ഥ തന്നെ. അങ്ങനെ ഭാരതപ്പുഴ ഉണ്ടല്ലോ, അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉച്ച സമയം 2 മണി, ഒരു മണിക്കാണ് ഗുരുവായൂരിൽ നിന്ന് വന്നേ. ഒത്തിനങ്ങണ്ട ഗുരുവായൂരിൽ നിന്ന് പോകുന്നത്. 2 മണിയാകുമ്പോഴേക്കും നമ്മൾ ഭാരതപ്പുഴ എത്തിയിട്ടോ. അപ്പോൾ ഉച്ച ടൈമാണ്. പക്ഷെ ഫുഡ് കഴിക്കാൻ രണ്ടാക്കും കുറച്ച് മ്ലാനത. എന്തേന്നറിയില്ല, വിശപ്പില്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. അപ്പം ഒരു നാരിയൽക്കാ പാനി കുടിക്കാമെന്ന് കരുതി. നരി എന്ന് പറഞ്ഞാൽ പെണ്ണാണ്, പെണ്ണിൻ്റെ എന്തോ ആണ്. അപ്പോൾ ഇളനീര് മേടിക്കുകയാണ് അവന്. ഇളനീര് കുടിക്കാൻ തീയർനാട്ടൻ ഇളനീരുമായിട്ട് വരുന്നു. നാരിയൽക്കാ പാനി. എനിക്കിതിലത്തെ കാമ്പ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനുള്ള നീര് കുടിക്കട്ടെ. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇതിലത്തെ കാമ്പ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല എന്താ പറയാൻ അറിഞ്ഞൂടാ ഗൈസ്. പിന്നുണ്ടല്ലോ, ഞാൻ ഈ ഇളനീരിൻ്റെ വെള്ളം കുടിക്കുമ്പോൾ നാരിയൽക്കാ പനി എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ടല്ലോ. അതെന്താ അങ്ങനെ കാര്യം മനസ്സിലായോ? ഒരു പഴയൊരു ശ്രീനിവാസൻ്റെയും ഒക്കെ സിനിമ അല്ലേ, അവർ പാർട്ടി കളിച്ചുകൊണ്ട് നടക്കുന്ന, എത്ര ആൾ കണ്ടിരിക്കുന്നറിയില്ല. പഴയൊരു സിനിമയിൽ ഇന്നസെൻറ്റിനെ വില ഏതോ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത്
എന്നെ പറയും അങ്ങോട്ടൊക്കെ എന്നിട്ട് വലിക്കാം. പിന്നെ നാല് കപ്പാൻ ആണോ? ഓക്കെ ബൈ. രണ്ടാമത്തെ സ്ഥലത്ത് വെള്ളം പിടിക്കാൻ നിർത്തിയതാണ് ഗൈസ്. പക്ഷെ എനിക്ക് വെള്ളം വേണ്ട. അവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഇങ്ങ് പോന്ന് കാണും. അപ്പം ഞാൻ ഉപ്പിലിട്ടത് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ വാങ്ങി വരികയെന്നറിയില്ല. ഇവിടെ പോയി എന്തോ വാങ്ങുന്നു. എന്തോന്നറിയത്തില്ല. എന്തോക്കെ തിന്ന് കിട്ടപ്പം എന്താ അയ്യോടാ അടുത്തുണ്ടോ? എന്താണ് ഇങ്ങനെ എന്റെ മേലാക്കല്ലേ? ഞങ്ങള് ഗൈസ് കോഴിക്കോടെത്തി. സമയം 3:30. 1:10 മറ്റേ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ പോരുന്നത്. അപ്പോൾ 2-2.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ കോഴിക്കോടെത്തി. ഇനി അരമണിക്കൂർ കൊണ്ട് പുരയിലെത്തും കേട്ടോ. പക്ഷേ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചാളാന്ന് വിചാരിച്ചു. എൻ്റെ ഭ്രാന്തുണ്ടല്ലോ, ആ ഭ്രാന്തിന് ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു. കാണിക്കാനായിട്ടില്ല. പക്ഷേ ഇവന് ഇന്നേ ലീവുള്ളൂ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും കോഴിക്കോടേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വിചാരിച്ചു മൈഗ്രെയിൻ ഒന്ന് കാണിച്ചിട്ട് പോരാ. ഗൈസ് ഈ മുടി ഭയങ്കരമായിട്ട് ബോറല്ലേ. പറിക്കൂല. ആരോ ഒന്ന് കമന്റ് ഇട്ടുക നരിച്ച മുടി പറക്കി ചേച്ചി എന്ന് പറഞ്ഞിട്ട്. ആരായിരുന്നു ആർക്കറിയാം. അപ്പൊ ഏതായാലും 3:30 ആയപ്പോൾക്ക് ഞങ്ങൾ കോഴിക്കോടെത്തി. അപ്പം മനസ്സിലായോ ഗൈസ്, ലിമിറ്റഡ് ബസ്സിലെ ഡ്രൈവറാണെന്ന്. ഇപ്പൊ ടി പോയിക്കോ ഇതുവരെ. ആ ടിയിലും ഫാസ്റ്റിലും സൂപ്പറിലും ഒക്കെ പോയിക്കോ അല്ലേ. അതിപ്പോ മനസ്സിലായില്ലേ ഗൈസ്. കാരണം പിന്നെ ഇതിന്റെ ഞാൻ ഹോസ്പിറ്റലിൽ പാർട്ടി വേറോട്ട് പോവാൻ പോവുക. പിഷാരടി ഇവൻ പറഞ്ഞു നമ്മള് പിഷാരടി ഉണ്ടല്ലോ, ഏത് സിനിമയിലായിരിക്കും? അക്ബർ അന്തോണി. അതിലില്ലേ പിഷാരടി ഹോസ്പിറ്റലിൽ പാർട്ടി വെയർ ഇട്ടിട്ട് പോണേ. അതേപോലെ ഞാൻ ഹോസ്പിറ്റലിൽ പാർട്ടി വെയർ ഇട്ടിട്ട് പോകാൻ പോവാണ് ഗൈസ്. ഇക്കറ എത്തിട്ടോ. അപ്പൊ എന്നാ ശരി ഗൈസ്, ഞാൻ ഡോക്ടറെ കാണിച്ചാളട്ടെ. അരുണേട്ടൻ ദേഷ്യത്തില്ല ഗൈസ്, വെറുതെ. പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചു, പാർട്ടി വെയർ ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ പോയി ഗൈസ്. എല്ലാവരും അല്ല ഹോസ്പിറ്റലിൽ നോക്കിയ കഥ പറഞ്ഞതാ. അപ്പോൾ കാണിച്ചു. 2 ഗുളിക അധികം തന്നു. 7 ഗുളിക ഞാൻ എനിക്ക് ഡെയിലി കുടിക്കാനുണ്ട്. 9 ആക്കി. ഇനിയിപ്പോൾ കണക്കിന് പണി തന്നതാന്ന് പറയാൻ ആൾക്കാരുണ്ടാവും. എന്തായാലും വേണ്ടിയില്ല. മൈഗ്രെയിൻ എന്നെയും കൊണ്ടേ പോവുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മൈഗ്രെയിൻ ഉള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. നമുക്ക് ഒരുമിച്ചിരുന്ന് സങ്കടങ്ങൾ പറയാം. വെയിൽ കൊള്ളാൻ പറ്റൂല, ചായ കുടിക്കാൻ പറ്റൂല, മറ്റേ ബിരിയാണി തിന്നാൻ പറ്റൂല, പൊറാട്ട തിന്നാൻ പറ്റൂല. എന്തേ നോക്കിയതല്ലേ? ഞാൻ വിചാരിച്ചെന്നാ നോക്കിയതാന്ന്. ഒന്നും കഴിച്ചിട്ടില്ല, അതിന്റെ ദേഷ്യമാണ്. വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതെയായി മാറും. അതാണ് എനിക്ക് മനസ്സിലായിക്കോണ്ടി. എനിക്ക് കഴിക്കാം, അവിടെ കഴിക്കാൻ പറ്റാത്ത എനിക്ക് വീട്ടിൽ പോകുന്നവരെ പിടിച്ചിട്ടുള്ളതൊക്കെ. അതെ, ഫുഡ് കഴിച്ചിട്ടില്ല ഗൈസ്. ഞങ്ങൾ 2 സ്ഥലത്ത് വെള്ളം കുടിക്കാൻ കയറി. വെള്ളം കുടിച്ച് നോക്കുമ്പോൾ വിശപ്പില്ല. ഇപ്പോൾ ചോറിൻ്റെ ടൈമും കഴിഞ്ഞു പോയി. ഇനി വേറെന്തെങ്കിലും ഫാസ്റ്റ് ഫുഡ് എന്തെങ്കിലും കഴിക്കണം. ഓക്കെ ബൈ, സിഗ്നലായിരുന്നു. ഓക്കെ ടാറ്റാ. അങ്ങനെ ഗൈസ് വീട്ടിൽ തിരിച്ചെത്തി. ഫുഡ് കഴിച്ചില്ല. പിള്ളേർ വീട്ടിലെത്തി എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഫുഡ് പാർസൽ മേടിച്ചിട്ട് ഇങ്ങോട്ടിങ്ങ് പോന്നു. ഓനുണ്ട് കുളിക്കുന്നു.
അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ എത്തി എന്നൊന്ന് നിങ്ങളോട് അറിയിച്ചതാണ്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളെല്ലാം കൂടിയും വാലൻറ്റൈൻസ് ഡേൻ്റെ സ്പെഷ്യൽ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ മൈഗ്രെയിൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടൂ കേട്ടോ. അപ്പം അങ്ങനെയാണ്. പിന്നെ എന്തുവാടേ പിന്നെ എന്തെങ്കിലും പറയാൻ വന്നത്. അതുകൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വേഗം കൂടെ കൂടിക്കോളി കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ.